ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മുടെ നിലവിലുള്ള ഇപ്പോഴത്തെ സ്ക്വാഡ് ഇതാണ് ഗൈസ് 4-3-3. അപ്പോൾ എന്തായാലും നമ്മുടെ പ്ലെയർ പ്രോഗ്രഷനും ലെവൽ ട്രെയിനിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മളങ്ങനെ ടീമൊന്ന് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം എപ്പിക് സ്ക്വാഡുകളായിട്ട് അങ്ങനെ നമ്മൾ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഓപ്പോണ്ട് എന്തായാലും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും സെറ്റാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വന്നിരിക്കുന്ന ഓപ്പോണ്ട് 4-1-2-3 ആണ്. അപ്പോൾ ഒരു കിടിലിന് ഓപ്പോണ്ടാണ്. നമ്മുടെ ഹാളൻഡ് ഉണ്ട്. ലെവൻഡോസ്കിന് മാറ്റിയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഓപ്പോണ്ട് സെറ്റ് ആകുന്നില്ല. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ജേഴ്സിയൊക്കെ സെറ്റ് ചെയ്ത് ഒരു ഓപ്പോണ്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഡിവിഷൻ മാച്ച് എങ്ങനെ ഉണ്ടാവും ഇന്നത്തെ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളിൽ എത്ര എപ്പിക്കുണ്ട് ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടോറസിനെയൊക്കെ എടുത്തവരായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ എന്തായാലും നമ്മുടെ മൺഡേ പാക്കൊക്കെ വരുന്നുണ്ട് ഗൈസ്. എപ്പിക് പാക്കൊക്കെ അടിപൊളി പാക്കുകളാണെന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ആരൊക്കെയാണ് വരുന്നത്. എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും മാച്ചിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാച്ച് വരട്ടെ. നമ്മുടെ ഓപ്പോണ്ട് ആരാ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. എന്തായാലും നോക്കുകയാണെങ്കിൽ നമ്മുടെ ലാഡിയ ലാഫുവിൻ്റെ CR7 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം ഗൈസ് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. CR7 ഓക്കെ. അപ്പോൾ റൊണാൾഡോ എന്തായാലും ഇറങ്ങും. അപ്പോൾ മെസ്സിയും റൊണാൾഡോ തമ്മിലുള്ളൊരു അടിപൊളി മാച്ച് നമുക്ക് എന്തായാലും കാണാം. ഹാഫ് ടൈമിന് ശേഷമാണെങ്കിൽ ഒരു കിഡിലൻ മാച്ച് ആയിരിക്കും. ഓക്കെ, അപ്പം എംബപ്പെ, റോഡ്രി, വാൻഡിജിക്ക് ഉണ്ട്. വൈറ്റ് ടു ഹെർണാണ്ടസ് ഗൈസ്. അപ്പം ഓക്കെ, ജെറാഡ് കിട്ടിയോ? ഇല്ല. ഹെർണാണ്ടസ് ടു കിട്ടിയിട്ടില്ല. ബെല്ലിംഗാം, കാഫു എടുത്തിട്ടുണ്ട്. കാഫു ടു മാനുവൽ ടു ഗോളി, അല്ല മാനുവൽ ടു ഗൈസ് എടുത്തിട്ടുണ്ട്. ഗ്രീസ്മാനിൽ നിന്ന് മെസ്സിയിലേക്ക് വാൻഡിജിക്ക് എടുത്തു. നൈസ് ഒരു ഷോട്ട് ഗൈസ്. പക്ഷെ അത് പറന്ന് മുകളിലേക്കാണ് പോയത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു കിഡിലൻ ഷോട്ടായിരുന്നു. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇനി നോക്കാം. മാനുവൽ ടു നമ്മുടെ മറഡോണയിലേക്ക്. കാഫു ടു ഓക്കെ കിട്ടിയില്ല ഗൈസ്. ഹെർണാണ്ടസ് ടു ഒരു പാസ്, കിടിലൻ പാസ്. നമ്മുടെ റിബറി അല്ലേ ഇത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും എടുത്തിട്ടുണ്ട്. ജെറാഡ്, ബെലിംഗാം. എൻ്റെ മോനെ ബെലിംഗാം കിടിലൻ ഷോട്ട് അടിക്കാൻ വന്നു. എന്തായാലും നമ്മൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്തിട്ടില്ല ഗൈസ്. നമുക്ക് എന്തായാലും നോക്കണം. വൈറ്റ് ഗൈസ് കിട്ടിയിട്ടുണ്ട്. കാഫു ഒരു ത്രൂ പാസ്. മറഡോണ ഓക്കെ, നൈസ് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. വാൽവെർഡെ ഓക്കെ. മറഡോണ ബാക്ക് പണിമാളിയോ. കാഫു എടാ ഹെർണാണ്ടസ് എടുത്തു. ഓക്കെ കിട്ടിയിട്ടുണ്ട്. ബെല്ലിംഗാം ടു ഓക്കെ. വീണ്ടും വാൽവെർഡെ ടു ജെറാഡ് ടു വിൽഷെയർ ടു എൻ്റെ പൊന്നോ ലെവൻഡോസ്കി. എന്തായാലും ഷോട്ട് അടിക്കാൻ നമ്മളെ റോഡ്രിഗസ് സമ്മതിക്കുന്നില്ല കേട്ടോ. ഒരു കിടിലൻ ഷോട്ട് എടുക്കേണ്ട സമയമായി. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ കിട്ടിയിട്ടുണ്ട്. ജെറാഡ് ടു വെറുതെ ഇപ്പോടെ കൗണ്ടേ ടു അടിച്ചു. അടുത്ത് വരുമ്പോഴാണ് ചെക്കന്മാർ അടിച്ച് പുറത്തേക്ക് ഇടുന്നത്. കിട്ടിയിട്ടുണ്ട്. കാഫു ടു മറഡോണ. ഓക്കെ, അപ്പോൾ നിങ്ങളൊക്കെ ഡിഫൻസൊക്കെ ആരെയാണ് വെച്ചെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്തായാലും കിട്ടിയിട്ടുണ്ട് കേസ്. മറഡോണ ടു ഫുള്ളൊരു എൻ്റെ പൊന്നോ ബെല്ലിംഗത്തിനൊക്കെ വൈറ്റ് ഫുള്ളെല്ലാവരും ഷോട്ട് അടിച്ച് പറപ്പിക്കുക കേസ്. റിബറിയാണ് നമ്മുടെ ഇത് നിൽക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെ റിബറി ഇട്ട് കളിപ്പിച്ചിട്ട് എങ്ങനെയുണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്തായാലും നല്ലതാണോ എങ്ങനെയുണ്ടെന്ന്. ഓക്കെ കിട്ടിയിട്ടുണ്ട്. വാൽവെർഡെ, ജെറാഡ് ഒരു ത്രൂ പാസ്. ഓക്കെ വിൽഷെയർ ഓക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സ്റ്റോയ്ച്ച്കോവ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഫസ്റ്റ് ഇത് ഇറക്കുന്നത് നമ്മുടെ സ്റ്റോയ്ച്ച്കോവിനെയാണ്. പിന്നെ സെക്കൻഡ് ഹാഫാണ് നമ്മുടെ മെസ്സിനെ ഇറക്കുന്നത്. ഓക്കെ കിട്ടിയിട്ടുണ്ട്. ഗ്രീസ്മാൻ ടു ജെറാഡ് ബെല്ലിംഗാം ഗൈസ്. അപ്പോൾ എന്തായാലും ഫ്രാങ്ക് റിബറി ഓക്കെ നല്ലൊരു ഷോട്ട് എടുക്കാൻ അവിടെ ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ സമ്മതിച്ചില്ല. എന്തായാലും ചെക്കന്മാരവിടെ അറ്റാക്കിങ് സൃഷ്ടിച്ചുകൊണ്ട് ഡിഫെൻസ് ചെയ്തുകൊണ്ട് സെറ്റായി. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് നല്ലൊരു പണിയും കിട്ടിയത്, നല്ലൊരു കിടുക്കാച്ചി ഷോട്ടും വന്നതിന് ഗൈസ്. അപ്പോൾ പോയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും അങ്ങനെ ത്രോ പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. വാൽവെർഡെ ടു കാഫു ടു ജെറാഡ് ടു മറഡോണ ടു സ്റ്റോയ്ച്ച്കോവ് ടു ജെറാഡ് ടു വിൽഷെയർ ടു കിട്ടിയിട്ടുണ്ട്. കൗണ്ടേ ഗൈസ് കിട്ടിയില്ല. റോഡ്രിഗർ എന്താണ് ഇങ്ങനെ പറ്റിക്കുന്നത്. ഓക്കെ ഗോളി എന്തായാലും എടുത്തിട്ടുണ്ട് നൈസായിട്ട്. അപ്പോൾ നമ്മുടെ മാനുവൽ ഈ ഇടയ്ക്ക് നമ്മുടെ റെഡ് കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഡിഡേനൊക്കെ കിട്ടിയാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ എങ്ങനെയുണ്ടെന്ന്. എന്തായാലും എനിക്ക് കുറേ ട്രൈ ഒക്കെ ചെയ്തു, പക്ഷേ കിട്ടിയില്ല. ഒരു നൈസ് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. റോബർട്ടോ കാർലോസ് കൊടുക്കണ്ടായിരുന്നു, അത് വെറുതെ ആയിപ്പോയല്ലോ ഗൈസ്. അപ്പോൾ എന്തായാലും ഹാഫ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഷോട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവന്മാരാണ് ഒരു ഷോട്ട് അടിച്ചത്. ഓക്കെ CR7 ആണ് അപ്പോൾ ഒരു ഷോട്ട് അടിച്ചിട്ടുള്ളൂ, നമ്മൾ എന്തായാലും അടിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് നോക്കാം ഹാഫ് ടൈമിന് ശേഷം എന്തൊക്കെ സംഭവിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്യാം. കാരണം ഗൈസ് ഈ ഒരു ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മാച്ചിന് നല്ലൊരു മാറ്റങ്ങൾ വരും. കാരണം
ഇനി നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു മാച്ച്. കാരണം ഹാഫ് ടൈമിന് ശേഷം ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം മാച്ച് എങ്ങനെ ഉണ്ടാവുന്നു. കാരണം നമ്മൾ ജയിക്കുക അല്ലെങ്കിൽ അവർ ജയിക്കുക. എന്തായാലും എനിക്ക് തോന്നുന്നു ഗൈസ് മെസ്സി ഇറങ്ങുമ്പോൾ തന്നെ റൊണാൾഡോയും കൂടെ ഒരു സബിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം ഒരു കിടലൻ. ഓക്കെ, നമ്മുടെ മെസ്സിനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്, എന്തായാലും സെറ്റാണ്. ക്യാപ്റ്റനും മെസ്സിയാണ്. അപ്പോൾ എന്തായാലും മിക്കവാറും അവന്മാരും റൊണാൾഡോനെ ഇറക്കാൻ കാരണമാണ് ഗൈസ്. എന്തായാലും ചാൻസ് ഉണ്ട്, മിക്കവാറും റൊണാൾഡോനെ ഇറക്കും. CR7 അല്ലേ ഇതിട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അല്ല, നമുക്കല്ല ടച്ച്. മെസ്സി, ജെറാഡ് ടു നൈസ് ഒരു പാസ്. മെസ്സി ടു വാൽവർഡെ. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. മറഡോ, ഹെർണാണ്ടസ് ടു ഫ്രാങ്ക് റിബറി ടു, ഓക്കെ എടുത്തിട്ടുണ്ട്. വാൽവർഡെ ടു പാസ് റോഡ്രിഗർ. ഓക്കെ, കാഫു ടൈം. വാൽവർഡെ, മറഡോണ. ഓക്കെ, ജെറാഡ് ടു വിൽഷെയർ ടു റോബർട്ടോ കാർലോസ്. നൈസ് ഒരു ചാൻസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. ഗ്രീസ്മാൻ. ഓക്കെ, ഇറ്റ്സ് ഗ്രീസ്മാൻ ഗൈസ്. ഗ്രീസ്മാൻ ടു മെസ്സി. എൻ്റെ പൊന്നോ, അവിടെയൊക്കെ ഫുള്ള് ഷോട്ട് അടിച്ച് പറപ്പിക്കുക ഗൈസ്, ഒരു രക്ഷയില്ല. വിൽഷെയർ. ഓക്കെ, റൊണാൾഡോ ഗൈസ്. അപ്പോൾ എന്തായാലും റൊണാൾഡോ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാച്ചിൽ ഓക്കെ ചാൻസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്, നല്ലൊരു ചാൻസ്. മെസ്സി. ഓക്കെ, മറഡോണ. എൻ്റെ പൊന്നോ, മറഡോണയ്ക്ക് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഷോട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നല്ലൊരു ഗോളായിട്ട് നമ്മളങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡീപ്പ് ലൈനൊക്കെ ഇട്ടപ്പോൾ കളിയങ്ങ് മാറി. എന്തായാലും റൊണാൾഡോ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. റോഡ്രി ടു കൗണ്ടെ, വാൻഡിജിക്ക്. ഓക്കെ, കാഫു ടു വാൻഡിജിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. വിൽഷെയർ ടു ഗ്രീസ്മാൻ ഗൈസ്, കിട്ടിയിട്ടുണ്ട് ഗ്രീസ്മാൻ. എന്തായാലും വീണ്ടും കൗണ്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. വൈറ്റ് ടു ഹെർണാണ്ടസ് ടു ഫ്രാങ്ക് റിബറി. എന്തായാലും ചെക്കൻ എടുത്തോണ്ട് വരുന്നുണ്ട്. കാഫു ഷോട്ട്. ഓക്കെ, മറഡോണ. എൻ്റെ മോനെ ഹെർണാണ്ടസ് എടാ ഇതെന്താ വൈറ്റ്. ഹെർണാണ്ടസ് ടു ബെല്ലിംഗാം. ഗൈസ്, അപ്പോൾ എന്തായാലും വീണ്ടും ത്രോ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഗൈസ് നമ്മൾ 65 മിനിറ്റ് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി കുറഞ്ഞ സമയം കൂടി ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എന്താവും മാച്ച്. എന്തായാലും ഉറപ്പായിട്ടും നമ്മൾ ഇനിയും കൂടുതൽ ഗോളുകൾ അടിക്കും. കാരണം ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ അപ്പോൾ സബ് നമുക്ക് നോക്കാം ആരെങ്കിലും വരുത്തണം. അപ്പം നെയ്മറിനെ നമുക്ക് ഇറക്കാം ഗൈസ്. കാരണം ഇറ്റ്സ് ടൈം ഫോർ നെയ്മർ സബ്. നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും ഒരു മെസ്സി നെയ്മർ തമ്മിലുള്ള ഒരു ഇത് വെച്ച് നമുക്ക് നോക്കാം. എന്തായാലും കിടലിനൊരു പാസും എല്ലാം ഉണ്ടാവും, നോക്കാം. ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ കാഫു ടു വാൽവർഡെ ടു മെസ്സി. ഓക്കെ, മെസ്സി ഏതായാലും വെട്ടിച്ച് കയറുന്നുണ്ട് ഗൈസ്. വിൽഷെയർ. ഓക്കെ, മെസ്സി ടു ഗ്രീസ്മാൻ ഗൈസ്. നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഗ്രീസ്മാൻ. എൻ്റെ മോനെ ഷോട്ട് ഗൈസ്. അപ്പോൾ എന്തായാലും കിടലിനൊരു ഗോൾ അടിച്ചിട്ടുണ്ട് 68 മിനിറ്റിൽ. എന്തായാലും നൈസ് ഒരു ഗോളായിരുന്നു ഗ്രീസ്മാൻ്റെ. അത്യാവശ്യം നല്ലൊരു മെസ്സി പാസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനെ നമ്മൾ 2 ഗോൾ അടിച്ച് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം റൊണാൾഡോ അടിക്കുമോ അടിക്കില്ലേ അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. എന്തായാലും പറയാൻ പറ്റില്ല, ഒരു 90 ടൈമൊക്കെ ആകുമ്പോൾ പറയാൻ പറ്റില്ല എങ്ങനെ ഗോൾ വരുന്നു. അതുകൊണ്ടാണ് വാൻഡിജിക്ക് കൗണ്ട്. കാരണം റൊണാൾഡോ കഴിഞ്ഞൊരു മാച്ചിൽ ഞാൻ എന്താ പറയുക ശരിക്കും നല്ലൊരു ഷോട്ട് കിട്ടില്ല. എൻ്റെ മോനെ പൊളി ഷോട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ മാച്ചിലെ ആദ്യത്തെ കോർണർ കിക്കാണ്. എന്തായാലും കിമ്മിച്ച് അവിടെ നിന്നൊരു കറക്റ്റ് ഷോട്ട് അടിച്ചു കേട്ടോ. മാനുവൽ ന്യൂയർ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഗോൾ ചെയ്യുന്നത് ചിലപ്പോൾ തടത്തില്ലെങ്കിൽ പണിയായനെ കയറി നല്ലൊരു കിടലും ഗോൾ ചെയ്യാൻ. കാരണം കഴിഞ്ഞ മാച്ചിൽ നമ്മുടെ റൊണാൾഡോയാണ് അടിച്ചത്, അതും കറക്റ്റ് ഒരു ഷോട്ട് കേട്ടോ. പറയാൻ പറ്റില്ല, അതാണ് എനിക്ക്. കാരണം ഇതുപോലെ ഹെഡും ചെയ്യും റൊണാൾഡോ. അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ഗോൾ പ്രതീക്ഷിക്കാം. ഒരു കിഡലൻ കംബാക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ബ്രൂണോനെ ഇറക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലെക്സിബിൾ ഇപ്പോൾ ഞാൻ മാറ്റിയില്ല, കേസ് ഫെറോനെ ഇറക്കുന്നു. അപ്പോൾ എന്തായാലും കേസ് ഫെറോ നിങ്ങൾ ആരുടെ ഫാനാണ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്തായാലും മെസ്സി ഫാൻ ഉണ്ടെങ്കിലും റൊണാൾഡോ ഫാൻ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആരുടെ ഫാനാണ് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നോക്കാം. മെസ്സിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഗ്രീസ്മാൻ ടു ലിയോണൽ മെസ്സി ടു ഗ്രീസ്മാൻ. ഓക്കെ, കൗണ്ട് എടുത്തു ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വേറെ ഏതെങ്കിലും പാക്കുകൾ എടുക്കും. ഓക്കെ, എന്തായാലും നമ്മൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്തുകൊണ്ട് നല്ല നൈസായിട്ട് കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഗ്രീസ്മാൻ ഗൈസ്. അപ്പോൾ നിങ്ങളിൽ എത്ര കോഴി ഉണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങൾ ആരെങ്കിലും ടോറസിനെയോ അല്ലെങ്കിൽ മണ്ടയൊക്കെ വരാനുള്ള എപ്പിക് പാക്കൊക്കെ എടുക്കാനുണ്ടെങ്കിൽ താല്പര്യം എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഫ്രാങ്ക് റിബറി ടു. അപ്പോൾ ഗൈസ് വേറെ നല്ല കാഫു. അതുപോലെ തന്നെ ഗൈസ് നമ്മുടെ ഡ്രോഗ് പേരൊക്കെ കിട്ടിയത് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടെ. എനിക്ക് കിട്ടിയിട്ടില്ല, ഞാനങ്ങനെ ഫ്രീ ട്രൈ കൂട്ടി വെക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങൾ. കേസ് പ്രോ ഗൈസ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട്, നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്.
ഈസ് വെൻ ടു മെസ്സി. ഗൈസ് ഇതെന്തോ നമുക്ക് ഗോളാക്കണം. ഓക്കെ മെസ്സി, ഓക്കെ ഗോൾ. ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മൾ 85-ാം മിനിറ്റിൽ നമ്മുടെ മെസ്സി ഒരു കിഡ്ലൻ ഗോൾ അടിച്ചു. അങ്ങനെ 3 ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ 85-ാം മിനിറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അവസാനം വരെ എന്തെങ്കിലും ഗോളുകൾ കയറില്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ വീണ്ടും റൊണാൾഡോ ടു മോഡ്രിച്ച്, കൗണ്ടെ ടു സക്ക ടു കിട്ടിയിട്ടുണ്ട് കേസ്പെറോ ടു ലൂയിസ് ഡയസ്. ഓക്കെ ഇടയ്ക്ക് ഞാൻ ഈ ലൂയിസ് ഡയസിനെ കിട്ടിയപ്പോൾ ലൊട്ടാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ലൊട്ട ഒരു വേറെ പ്ലെയർ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാനങ്ങനെ നമ്മുടെ ആ പ്ലെയറിനെ, പണ്ടത്തെ പ്ലെയറിനെ കുറെ പേരൊക്കെ ഇറക്കാത്തവരുണ്ട് കേട്ടോ. അല്ല ഇറക്കിയിട്ടില്ല ഗൈസ്. എന്തായാലും ഇറക്കണേ അവരെയൊക്കെ. കേസ്മറോ ടു വൈറ്റിലേക്ക് തന്നെ പോയി ഗൈസ്. അതുപോലെ തന്നെ നിങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ ഇബ്രാഹിമോവിച്ചിനൊക്കെ മാച്ചുകളിൽ ഇറക്കുന്നുണ്ട്. ജസ്റ്റ് കമന്റ് ചെയ്യട്ടെ. ഞാൻ കുറെ ആയി ഗൈസ് ഇബ്രാഹിമോവിച്ചിനൊക്കെ ഇറക്കിയിട്ട്. എന്തായാലും നമ്മുടെ അടുത്തൊരു കിടിലൻ കാർഡുണ്ട് പണ്ടത്തെ ഇത് വെച്ചിട്ട്. എന്തായാലും സെറ്റ് ചെയ്യണം ഗൈസ്. അപ്പൊ ഇനി കുറച്ച് സമയം കൂടി ഉള്ളു. എന്തായാലും നമുക്ക് നോക്കാം. റോബർട്ടോ കാർലോസ് ടു ഡൈസ് കേസ്മറോ. ഓക്കെ ഇതൊരു ശരിക്കും ജെറാഡ് ഇറ്റ്സ് മെസ്സി ടൈം ആണ് ഗൈസ്. ഒരു നൈസ് പാസ് ലൂയിസ് ഡയസ്, റോബർട്ടോ കാർലോസ്, സക്ക ഗൈസ്. അപ്പൊ എന്തായാലും വീണ്ടും ഹാരി കെയ്ൻ ഇറക്കിയിട്ടുണ്ട് കേസ്മറോ ഗൈസ്. അപ്പൊ ഇന്നത്തെ മാച്ച് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ 3 ഗോളുകൾക്ക് അടിപൊളിയായിട്ട് ഒരു ഹാഫ് ടൈമിന് ശേഷം നൈസ് ഒരു വരവായിരുന്നു. അപ്പൊ എന്തായാലും നല്ലൊരു മാച്ചായിരുന്നു, നല്ലൊരു ടീമായിരുന്നു. അപ്പോൾ ഒരുപാട് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരുപാട് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതുപോലൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ. ഓക്കെ ബൈ.